എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരച്ചിൽപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഏകദേശം നമ്മളെ മറയൂർ കാന്തല്ലൂർ റൂട്ടിലാണ്. മറയൂരിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇരച്ചിൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്താം. അതുപോലെ നമുക്ക് കോവിൽക്കടവ്, മറയൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവിൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തൊന്നും നമുക്ക് ഈ സ്ഥലത്തേക്ക് കയറാം. അവിടെ നിന്ന് ഒരു 3/4 കിലോമീറ്റർ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ അതുവഴി വഴിയാണ് എളുപ്പം. അതുവഴി വഴിയാണെങ്കിൽ നമുക്ക് അവിടെ നേരെ കാന്തല്ലൂർക്കും പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഓക്കെ. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇരച്ചിൽപ്പാറ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. ഇത് മൂന്നാറിൽ നിന്ന് ഏകദേശം 39 കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മറയൂർ കാന്തല്ലൂരിൻ്റെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴക്കാലത്ത് അത്യാവശ്യം നല്ല മഴയുള്ള സമയങ്ങളിലാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് കുളിക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണ്. മാത്രമല്ല ഇതുവഴി ഇതുപോലെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാലം പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചുറ്റുപാടും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിനോട് ചേർന്ന് തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ആറ് പോകുന്നുണ്ട്. അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പാറകളും അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടെ ഈ പറയുന്ന പോലെ മേലെ നിന്ന് നല്ല ശക്തിയായിട്ട് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ താഴെ നിന്ന് കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പിന്നെ ഇപ്പം നല്ല മഴ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതുപോലെ ചാറ്റൽ പോലെയാണ് ശരിക്കും വെള്ളം വീഴുന്നത്. ഇതിൻ്റെ വേറെ ഭംഗി എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും കുളിക്കാനൊക്കെ ആണെങ്കിലും ഇവിടെ വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ്. കാരണം വെച്ചാൽ ഇവിടെ നല്ല വെള്ളച്ചാട്ടമുള്ള സമയത്താണെങ്കിൽ നല്ല മഴയുള്ള സമയങ്ങളിൽ ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാൽ പോലും നമുക്ക് സൈഡിലൊക്കെ നിന്ന് കാണുമ്പോഴൊക്കെ നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവഴി തന്നെ നമുക്ക് നേരെ കാന്തല്ലൂർ ആപ്പിൾ തോട്ടമെല്ലാം കാണാൻ പോകാൻ പറ്റും. പിന്നെ അവിടുത്തെ കൃഷികളൊക്കെ കാണാൻ പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ഇനി ഇവിടെ നമ്മൾ നേരെ താഴേക്കാണ് പോകുന്നത്. താഴെ ഇവിടെ ഒരു 100 മീറ്ററോളം താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇരച്ചിൽപ്പാറയിൽ കറക്റ്റ് ഒരു 100 മീറ്റർ താഴേക്ക് വരുമ്പോഴത്തേക്കും കോവിൽക്കടവ് റൂട്ടിലേക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതാണ്ടേ, ഇവിടെ ഏകദേശം നമ്മുടെ അതിരപ്പള്ളിയുടെയൊക്കെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇവിടുത്തെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇതുണ്ടോ, നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ നമുക്കിവിടെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇത് ശ്രദ്ധിക്കണം, നല്ല ഡേഞ്ചറാണ്. അങ്ങോട്ട് പോവാ ചേട്ടാ. ഞാൻ എറണാകുളത്ത് നോക്കി പോകണം അല്ലേ. വളരെ ശ്രദ്ധിച്ച് വരേണ്ട സ്ഥലമാണ്. കാരണം വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് സൂക്ഷിക്കണം. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇത് ഇതിൻ്റെ കറക്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് മറയൂരിൽ നിന്ന് നേരെ കാന്തല്ലൂർ വരുന്ന വഴിക്ക് നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് കയറി വരാം. അതല്ലെങ്കിൽ കോവിൽക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ സ്ഥലത്തേക്ക് കയറി വരാം കേട്ടോ. ഇരച്ചിൽപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. വെച്ചാൽ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നിന്നത് അവിടെയാണ് കേട്ടോ. അതെ, ഇവിടെയാണ് നമ്മൾ നിന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ താഴെ ഉണ്ടോ, നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. താഴെ നിന്ന് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ചെറിയ മറ്റേ ഗ്യാപ്പുണ്ട്, കല്ലിൻ്റെയൊക്കെ പലയുടെ ഗ്യാപ്പുണ്ട്. ഇവിടെ കാല് പോകാതെ സൂക്ഷിക്കണം. പിന്നെ അതാണ് നമ്മൾ പറഞ്ഞാൽ വെള്ളച്ചാട്ടം കേട്ടോ. ഒരു രക്ഷയില്ല, അസ്തമന ഭംഗിയാണ് കേട്ടോ. ഇവിടെയൊക്കെ താഴേക്ക് വേണമെങ്കിൽ ഇറങ്ങാം. നന്നായിട്ട് സൂക്ഷിക്കണം. പറഞ്ഞാൽ പിള്ളേരെ യാതൊരു കാരണവശാലും ഇറക്കാൻ പാടില്ല.
ഇവിടേക്ക് വരുന്നവർക്കാണെങ്കിൽ ഈ 2 കാഴ്ച കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാന്തല്ലൂർക്കാണ് കേട്ടോ. കാന്തല്ലൂർക്ക് പോകാൻ പറ്റും. കാന്തല്ലൂർ ഈ പറഞ്ഞ പോലെ ആപ്പിൾ തോട്ടെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏകദേശം ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വ്യൂ ആണ് ഇവിടെ കണ്ടോ. എന്താ പറയുക, ഒരു രക്ഷയില്ല, നല്ല രസമുള്ള വ്യൂ ആണ്. പിന്നെ ഇവിടെ വരുമ്പോഴാണെങ്കിലും ഒരുപാട് ലേറ്റ് ആവാതെ നോക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ കുറച്ച് വെട്ടമുള്ള സമയത്ത് വരിക. കണ്ടോ, ഇവിടെയൊക്കെ നിറച്ച് ആടുകളെ മേയിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. അതാണ് മെയിൻ റോഡ്, അതിലെയാണ് പോകുന്നത് കേട്ടോ. പട്ടി കുറയ്ക്കുന്നുണ്ട്. അതവിടെ ഒരാൾ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ കൂടെയുള്ള ആളാണ്. ആൾ നിൽക്കുന്ന കണ്ടിട്ട് കുറയ്ക്കുന്നതാണ്. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് എന്നെ കടിക്കുമെന്ന് അറിയില്ല. എന്തായാലും മെല്ലെ നമുക്ക് കാണാതെ മെല്ലെ അങ്ങോട്ട് പോവാം. കാരണം ഇത് ഇവിടുത്തെ ഈ ആടിനെയൊക്കെ മേയ്ക്കാൻ വരുമ്പോഴത്തേക്കും ഇവരുടെ കൂടെയുള്ളതാണ് കേട്ടോ. ഇവരുടെ കൂടെയുള്ള ഡോഗ്സാണ്. എവിടെ വരെ വെള്ളം വരും? ഓ, അപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല അല്ലേ? പക്ഷെ അവിടെ നല്ല വെള്ളച്ചാട്ടം കാണാം. പറ്റില്ല, വരും. ആ, അത്രയുണ്ട്. നമുക്കിനി ഇവിടെ കാന്തല്ലൂർ പോകണമെങ്കിൽ എങ്ങനെയാ? അത് എളുപ്പം അല്ലേ? കോവിൽക്കട വഴി വേണ്ട, കോവിൽക്കട വഴി അത് എളുപ്പം, നല്ല വഴിയാണ്. റോഡ് നല്ലതാണ്, ഇറങ്ങി പോകണം. ആ, ഓക്കെ, പൊക്കോട്ടെ. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്താണോ? അടുത്താണ്. ശരി, ഓക്കെ. അടിപൊളി സ്ഥലം, സൂപ്പർ പ്ലേസ് ആണ്. നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒന്ന് സന്ദർശിക്കേണ്ട എക്സ്പ്ലോർ ചെയ്യണം. ഇരച്ചിൽപ്പാറ വാട്ടർഫാൾ സൂപ്പർ ആണ്. ഇതൊന്നും കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് നമ്മുടെ ലൈഫിൽ. നിങ്ങൾ മണി ബട്ടൺ അടിക്കണം. സ്ഥലങ്ങളുണ്ട് നമ്മളിവിടെ വരുമ്പോഴാണ് അറിയുന്നത്. കേരളത്തിൽ തന്നെ ഇത്രയും മനോഹരമായ സ്ഥലം നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ നഷ്ടമാണത്. എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ്, സൂപ്പർ പ്ലേസ്. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഇരച്ചിൽപ്പാറയിലെ ഒരു കാഴ്ചകളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ ഈ മറയൂർ, കാന്തല്ലൂർ, മൂന്നാർ ഭാഗത്തേക്കൊക്കെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം മിസ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഈ നല്ല വീതിയിലാണ് ഈ ഒരു ആറ് കിടക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കുളിക്കാനൊക്കെ ആണെങ്കിൽ ഇത് വലിയ വളരെ ആഴം കുറവാണ് കേട്ടോ.